ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ദോശ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് ദോശ. പക്ഷെ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇത് ഉണ്ടാക്കുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ട് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഇവിടെ കടലപ്പരിപ്പ് കുതിർത്തിയിട്ടുണ്ട്. അത് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. റവ യൂസ് ചെയ്യണത് ഈ ദോശയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ യൂസ് ചെയ്യണത്. പിന്നെ ഞാനിവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഒരു സബോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ക്യാബേജ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം, ബീട്രൂട്ടൊക്കെ ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ തക്കാളി ഇടാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇടാം. പിന്നെ പച്ചമുളക്, എരിവ് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ദോശ ബാറ്റർ ഉണ്ടാക്കാം. ഞാനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ, അപ്പോൾ വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ദോശയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് റവ ഇട്ടു. പിന്നെ ഇനി ബാക്കി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇടാം. ക്യാരറ്റ് കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല തിന്നായിട്ട് കിട്ടും. അത് കാരണമാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാനിതിലേക്ക് ഇടാൻ പോണത് തൈരാണ്. തൈര് 1 ടേബിൾ സ്പൂണേ യൂസ് ചെയ്യണുള്ളൂ. അതൊരു ചെറിയൊരു പുളി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ചട്നി, കോക്കനട്ട് ചട്നിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കണത്. അപ്പോൾ ചട്നിയിൽ ഞാൻ പുളി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം ദോശയ്ക്ക് പുളി വേണ്ട. അത് കാരണമാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ചട്നി ഇല്ലാതെ ഇത് തന്നെ മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ദോശ മാത്രമാക്കിയിട്ട് കഴിക്കുമായിരിക്കും നല്ലത്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് ദോശ ബാറ്റർ പോലെ നല്ലോണം ലൂസാക്കിയിട്ട് ഇത് എടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ക്യാരറ്റ് ജ്യൂസാക്കിയിട്ട് മിക്സിയിലടിച്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളർഫുൾ, അല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കളർഫുൾ ദോശയോ, അപ്പോൾ കളർഫുള്ളായിട്ട് അവർക്ക് കാണുമ്പോൾ അത് അവർക്ക് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവരറിയാതെ തന്നെ ആ വെജിറ്റബിൾസൊക്കെ അവരുടെ ഉള്ളിലേക്ക് എത്തുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ മുട്ട കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ട കൊത്തി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ അംശവും അവരിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ മിക്സാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. വീട്ടിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പം നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ ദോശ തവ വെച്ചിരുന്നു. അപ്പോൾ ചൂട് കൂടിയിരുന്നു. അത് കാരണം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ബാറ്റർ ഒഴിച്ചിട്ട് ഇത് പരത്തിയെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യണത് നോൺ സ്റ്റിക്കിൻ്റെ തവയല്ല, ഇരുമ്പിൻ്റെ തവയാണ്. നമുക്കിനി ദോശ ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് കുക്ക് ചെയ്യാണ്. അതിന് ശേഷം ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടിട്ട് നെക്സ്റ്റ് സൈഡും കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ മറിച്ചിടാം. കണ്ടില്ലേ, മറ്റേ സൈഡ് നല്ലോണം വെന്ത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ദോശയുടെ 2 സൈഡും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ ക്യാരറ്റിൻ്റെ ഒക്കെ കളർ ഇതിലുണ്ട്, പക്ഷേ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ദോശയും കൂടി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ദോശ ഇട്ടപ്പോൾ സൈഡിലൊന്ന് അങ്ങനെ കരിഞ്ഞൊട്ടി പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ മാറ്റിക്കളയാം, ചിരണ്ടി മാറ്റിക്കളയാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ദോശ ഉണ്ടാക്കുമ്പോൾ അവിടെ വീണ്ടും അത് ഒട്ടിപ്പിടിച്ച് പിന്നെ ദോശ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്കത് മാറ്റിക്കളയാം. എന്നിട്ട് ഞാൻ നെക്സ്റ്റ്
ദോശയും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വെജിറ്റബിൾസും എല്ലാം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇനി ഈ ദോശ കുക്കാവണ സമയം കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ്. ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വേണ്ട. നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. ഇവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. കാരണം ഇതിന് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അത് കാരണം 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ എരിവ് കുറവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കുക. നമുക്ക് ഈ മുളകൊന്നൊരു ഡാർക്ക് റെഡ് കളർ ആവണ വരെ ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ആ ദോശ ഞാൻ ഇതും കൂടി പ്ലേറ്റിലേക്ക് ഇടാണ്. ഈ മുളക് എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, മീഡിയം ടു ലോ വെച്ചിട്ട് വേണം നമ്മളത് മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പോൾ മുളക് മൂത്തത് ഞാൻ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് കടലപ്പരിപ്പാണ്. ഞാൻ 3/4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തിയ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നാളികേരം ചിരവിയത്. പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്ക മുഴുപ്പിലുള്ള നമ്മുടെ പുളിയും കൂടി ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ ഒരു വെളുത്തുള്ളി ഇതിട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ചമ്മന്തി ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് സാധാരണ നമുക്ക് ചട്നി പോലെ എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദോശ കൂട്ടി കഴിക്കാനായിട്ടുള്ള പെർഫെക്റ്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം, ലൈക്കും